അങ്ങനെ നീറ്റും കഴിഞ്ഞ് റീനീറ്റും കഴിഞ്ഞ് ഇനി നീറ്റ് ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ റീനീറ്റിൻ്റെ നല്ല ഫ്രഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒന്നും എഴുതാത്ത ഒപ്പിച്ചെടുത്തേക്കണേ. ഈ ചാനൽ നീറ്റ് എക്സാമിന് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഞാൻ ട്രാക്ക് മാറിയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇയറിൽ ഞാൻ നീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ഇതിൽ കണ്ടിന്യൂസ് ആയി കണ്ടിടും. പിന്നെ അടുത്ത നെക്സ്റ്റ് ഇയറിന് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കുക, വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ അവിടുന്ന് ഫ്രണ്ട്സുമായി കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. മെയിനായി നിങ്ങളുടെ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ, ഫസ്റ്റൊക്കെ തന്നെ റഫ് പേപ്പർ കൊടുത്തേക്കണ്, പിന്നെ ലാസ്റ്റൊക്കെ നോർമലി ഉണ്ടാകലുണ്ട്, ഇപ്രാവശ്യം 2 ഭാഗത്തും കൊടുത്തേക്കണ്, പിന്നെ 15 മിനിറ്റ് എക്സ്ട്രാ കിട്ടി ചെയ്തേക്കണ്. ഇനി അടുത്ത് നോക്കണമെങ്കിൽ എക്സാം എങ്ങനെ ഉണ്ടേനിന്ന്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഫിസിക്സ് നല്ല ലെങ്തിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫിസിക്സ് അത്യാവശ്യം നല്ല ലെങ്തിയാണ്. പിന്നെ കെമിസ്ട്രീൻ്റെയൊക്കെ വന്നാൽ കെമിസ്ട്രി എനിക്ക് തന്നെ ഈസി ഉണ്ട്, പക്ഷേ ഫുള്ളി ഈസിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ടഫൊക്കെ എത്തൂലെങ്കിലും ഒരു മോഡറേറ്റിൻ്റെ മുകളിലേക്കുണ്ട്, മോഡറേറ്റ് ടു ഒരു ടഫിലേക്ക് വരുന്നത് പോലെ ഉണ്ട്. ബയോളജി പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഈസി ആട്ടോ, ആർക്കും അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം എഴുതാൻ പറ്റുന്ന ലെവലിൽ ഡയറക്റ്റാണ് ഭൂരിഭാഗം നേർക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക, കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷനിൽ വന്ന തെറ്റ് അത് കണ്ടാൽ നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ അതും കൂടി അറിയിക്കുക. പിന്നെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.